2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞാനതിനെ കണക്കാക്കുന്നത് ഇന്ത്യയുടെ ഭാവി തന്നെ നിശ്ചയിക്കാൻ കെൽപ്പുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ്. കാരണം രണ്ട് ടേം ഒരു 10 കൊല്ലത്തോളം മോദി സർക്കാരിന് കീഴിൽ ജീവിച്ച ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഈ ഒരു സർക്കാർ തോൽക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റൊരു ആൾട്ടർനേറ്റീവായിട്ടുള്ള ഒരു സർക്കാർ വരേണ്ടത് ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരു കാര്യം അതാണ്. എന്നാൽ ഈ വട്ടം കൂടി BJP വരികയാണെങ്കിൽ, NDA അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ, മറ്റൊന്നുമല്ല നമ്മളതിൽ നിന്നും മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, ഇത് മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആവാൻ ചാൻസ് ഉണ്ട്. 2, മോദി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇന്ത്യയിൽ പട്ടിണിയേക്കാളും അല്ലെങ്കിൽ തൊഴിലില്ലായ്മയേക്കാളും വിലക്കയറ്റത്തെക്കാളും വ്യക്തിപ്രഭാവമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ഇതിൽ ആദ്യത്തെ ഭാഗത്ത് നിൽക്കാനാണ് ഞാൻ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. 2 ദിവസം മുന്നേ എക്സിറ്റ് പോളുകൾ വന്നിരുന്നു. അതിൽ ഒട്ടുമിക്ക ചാനലുകളും മോദിക്ക് ഒരു വൻ മെജോറിറ്റി 350-ലും കൂടുതൽ സീറ്റുകളാണ് ഒട്ടുമിക്ക ചാനലുകളും പറഞ്ഞിട്ടുള്ളത്. അതിൽ നോക്കുകയാണെങ്കിൽ ആക്സിസ് മൈ ഇന്ത്യ 361 മുതൽ 401 സീറ്റ് വരെ, അതിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് 131 മുതൽ 166 വരെ സീറ്റുകളാണ്. അപ്പോൾ ഈ തരത്തിലുള്ളൊരു റിസൾട്ടാണ് വരുന്നതെങ്കിൽ നമ്മളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഇനിയൊരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലായിരിക്കാം. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്നെ പല രീതിയിലും ഹൈജാക്ക് ചെയ്തേക്കാം. എന്തു തന്നെ ആയിരുന്നാലും ഒരു സുതാര്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഇനി ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നതാണ്, മോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി പോളറൈസേഷനും മൈനോറിറ്റീസിനെ പറ്റിയിട്ട് പറയുന്നതും വളരെ ഒരു പ്രധാനമന്ത്രിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രസംഗങ്ങളാണ് നമ്മൾ രാജസ്ഥാനിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ കേട്ടത്. 400 പാർ എന്നൊക്കെ പറഞ്ഞ് വോട്ട് പിടിക്കാൻ തുടങ്ങിയ മോദി ആദ്യഘട്ടത്തിന് ശേഷം ആ ഗിയർ മാറ്റിയിട്ട് നേരെ ഫസ്റ്റിൽ നിന്നും 6th ഗിയറിലേക്കാണ് നേരെ പോകുന്നത്. അത് വർഗീയതയാണ്. ഓഫ് കോഴ്സ് അതിൽ നമുക്ക് ഒരു പുതുമയൊന്നും വേണ്ട. കാരണം പുള്ളി ഗുജറാത്തിലാണെങ്കിലും ഒക്കെ ചെയ്തിരിക്കുന്നത് ഇത് തന്നെയാണ്. പ്രധാനമന്ത്രിയായതിനു ശേഷം ഇങ്ങനെ തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ അതും കേട്ടു. സോ ഈ ഒരു മാറ്റത്തിൻ്റെ കാരണം ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഇന്ത്യ മുന്നണിക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിലൊരു പിന്തുണ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അത് BJP സെല്ലുകളിലേക്ക്, IT സെല്ലുകളിലേക്ക് അതിൻ്റെ പ്രോപ്പറായിട്ട് ഈ ഒരു ഇൻഫർമേഷൻ എത്തുന്നത് കൊണ്ട് ഒരു ട്രാക്ക് മാറ്റി പിടിച്ചാലോ എന്നുള്ളൊരു ലൈനാണ് മോദി സ്വീകരിച്ചതെന്ന് ഞാൻ കരുതുന്നു. എന്തൊക്കെ വന്നാലും നാളെ നമുക്കൊരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കാണാൻ പറ്റുമെങ്കിലും അത് എത്രമാത്രം ഈ പറയുന്ന നമുക്കൊരു 2004 കണക്ക് എടുത്തു നോക്കാം. 2004 BJPക്ക് 250 ഓൺ ആൻ ആവറേജ് 250 വരെ സീറ്റ് കിട്ടിയേക്കാമെന്നാണ് ആജ് തക്ക്, സി ന്യൂസ്, സഹാറ പോലെയുള്ള മാധ്യമങ്ങൾ അന്ന് പറഞ്ഞത്. ഒരു BJPയുടെ അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു തുടർ സർക്കാർ ഉണ്ടാകുമെന്നാണ് 2004 എക്സിറ്റ് പോൾ പറയുന്നുണ്ടായിരുന്നത്. എന്നാൽ ഇൻ റിയാലിറ്റി BJPക്ക് 138 സീറ്റുകളാണ് കിട്ടിയത്. സോ എക്സിറ്റ് പോളുകൾ എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മോദി മീഡിയ എന്ന് തന്നെയാണ്, മോദി മീഡിയ എന്നൊക്കെ തന്നെയാണ് ഇന്നത്തെ ഹിന്ദി, ഇംഗ്ലീഷ് മാധ്യമങ്ങളെ പൊതുസമൂഹം വിളിക്കുന്നത്. സോ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ സ്റ്റേറ്റുകളിലെ നമ്മൾ നോക്കുന്നത് ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന പ്രദീപ് ഗുപ്തയുടെ ഒരു പോള് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്നൊന്ന് ഓടിച്ചു പോയി നോക്കാം. കാരണം പുള്ളിയുടെ എക്സിറ്റ് പോളുകളാണ് ആളുകൾ കൂടുതലും കാണുന്നത്. അതായത് ഒരു 94% ഒക്കെ പുള്ളിക്ക്
റിസൾട്ട് ആക്യുറസി ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്നാലും പുള്ളിക്ക് റീസെൻ്റായിട്ട് വന്ന പശ്ചിമ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പുള്ളി BJP ജയിക്കുമെന്നൊക്കെ പറഞ്ഞതാണ്. തൃണമൂൽ കോൺഗ്രസ് TMC അവിടെ ഇവർ പ്രഡിക്റ്റ് ചെയ്തതിനേക്കാളും 100 സീറ്റിലധികം നേടിക്കൊണ്ടാണ് മമത അവിടെ വീണ്ടും അധികാരത്തിലെത്തിയത്. സോ അവരും ഈ പറയുന്ന പോലെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകളല്ല കഴിഞ്ഞ വർഷങ്ങളിൽ തന്നിരുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. എന്നാൽ അവരുടെ ആണ് കൂടുതലും ഈ കഴിഞ്ഞ വട്ടത്തെയൊക്കെ കൂടുതൽ ആക്യുറേറ്റ്, 2019 കൂടുതലും ആക്യുറേറ്റ് ആയിട്ട് പ്രദീപ് ഗുപ്തയുടെ ഈ ആക്സിസ് മൈ ഇന്ത്യയാണ് പ്രോപ്പർ റിസൾട്ട് തന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അത് മാത്രം നമുക്കൊന്ന് പോയി നോക്കാം. 361 401 ആണ് NDAക്ക് പറയുന്നത്. അതിനൊരു സ്പ്ലിറ്റപ്പ് നമുക്കൊന്ന് നോക്കാം. ഒരു സംസ്ഥാനം ഓരോ സംസ്ഥാനങ്ങളിലായിട്ട് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ ഈ പറഞ്ഞ പോലെ 26 മുതൽ 31 സീറ്റ് വരെയാണ് BJPക്ക് പറയുന്നത്. തൃണമൂലിന് 11 മുതൽ 14 വരെ. ഒരു വിരോധാഭാസമാണ്. എന്നിരുന്നാലും ഇപ്പോൾ മറ്റൊരു സ്റ്റേറ്റ് നോക്കാം. തെലങ്കാനയിൽ 11 മുതൽ 12 വരെ. അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. കോൺഗ്രസിന് 4 മുതൽ 6 സീറ്റും BJPക്ക് 11 മുതൽ 12 സീറ്റുമാണ്. ഓൾമോസ്റ്റ് ഡബിളാണ് BJPക്ക് ഈ സർവേ പറയുന്നത്. ഇത് എവിടെ നിന്നിട്ടാണ് ഇങ്ങനൊരു ഇൻഫർമേഷൻ, ഒരു ഗ്രൗണ്ട്, നമ്മൾ ഓൾറെഡി തെലങ്കാനയിലുള്ള നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ നമ്മൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ചതിൻ്റെ ഒരു വെളിച്ചത്തിൽ പറയുകയാണ്, BJPക്ക് ഈ പറയുന്ന പോലെ കോൺഗ്രസിൻ്റെ സീറ്റ് തന്നെ, BJPക്ക് കോൺഗ്രസിൻ്റെ സീറ്റും കോൺഗ്രസിന് BJPയുടെ സീറ്റും കിട്ടുമെന്നാണ് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന രീതിയിൽ ഒരു മാറ്റം സൃഷ്ടിക്കാൻ തക്കതായിട്ടുള്ള ഒന്നും മോദി ഗവൺമെൻറ് ചെയ്തിട്ടില്ല. ആകെ കൂടി ഈ പറയുന്ന NDA സർക്കാർ ചെയ്തിട്ടുള്ളത് രാം രാം അല്ലെങ്കിൽ മോദി മോദി എന്ന് പറയുന്ന ഈ 2 നാമജപം മാത്രമാണ് ഇവർ എൻറ്റയർ ഈ 10 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അടുത്ത ഒരു സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലാണെങ്കിൽ ശിവസേനയെ, ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ BJPയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു പാർട്ടിയുമായിട്ടാണ് ഇവർ ഒരു അലയൻസിന് ഇവർ പോകുന്നത്, ആ പാർട്ടി അധികം കാലമൊന്നും പിന്നെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കില്ല. എങ്ങനെയെങ്കിലും ആ പാർട്ടി അവർ നശിപ്പിച്ചിട്ടുണ്ടാവും. മഹാരാഷ്ട്രയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ NCPനെ ഇവർ 2ആയിട്ട് ഭാഗിച്ചു, ശിവസേനനെ ഇവർ 2ആയിട്ട് ഭാഗിച്ചു. ഒരു പാർട്ടിയെയും BJP മാത്രം മതി എന്നുള്ളതാണ് അവരുടെ ഒരു തീരുമാനം, അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യതാണ്. ഒരു പ്രതിപക്ഷത്തിനെയൊന്നും നമ്മൾക്ക് ആവശ്യമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമുക്കിഷ്ടമുള്ള പോലെ ഭരിക്കാം. ഈ പറഞ്ഞ പോലെ 4-5 കൊല്ലം കൂടുമ്പോൾ വല്ല അമ്പലം പണിത് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അത് എനിക്ക് വളരെ തമാശ തോന്നിയ ഒരു കാര്യം, ഒരു പ്രധാനമന്ത്രി സ്വയം എന്താ പറയുക, ബയോളജിക്കലായിട്ടല്ല ഉണ്ടായത് എന്നൊക്കെ വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക്, ആ ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നു എന്ന് പറയുന്നത്, അതിന് വെളിപാട് എന്നല്ല പറയുക, വെളിവില്ലായ്മ എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ മഹാരാഷ്ട്രയിൽ എടുക്കുകയാണെങ്കിൽ BJPക്ക് പകുതിയിൽ കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. അതിനൊക്കെ ശിവസേനയ്ക്ക് 8 മുതൽ 10 വരെ, NCPക്ക് 1 മുതൽ 2 വരെ. ഇത് കുറച്ച് കോമൺ സെൻസ് നമുക്ക് വേണ്ടേ? ഓൾറെഡി അവിടെ ഈ പാർട്ടികളെ സ്പ്ലിറ്റ് ചെയ്തതിന് റീജിയണലായിട്ട് ഒരുപാട് വിമർശനങ്ങൾ BJPക്കെതിരെ നടക്കുന്നുണ്ട്. ഈ ശിവസേനയെ 2ആക്കിയതിനും NCPയെ 2ആക്കിയതിനുമൊക്കെ ഒരുപാട് വിമർശനങ്ങൾ മഹാരാഷ്ട്രയിൽ നേരിടുന്നുണ്ട്. അതിൻ്റെ ന്യൂസുകളൊക്കെ നമുക്ക്, പിന്നെ ഈ പറയുന്ന റിയാലിറ്റികളൊന്നും കാണിക്കാൻ ഇവിടുത്തെ ഹിന്ദി മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാധ്യമങ്ങളൊന്നും അവർ തയ്യാറല്ല. കാരണം അവരുടെ ഒരു പോളിസി എന്ന് പറയുന്നത് ഇതൊരു മോദി രാജ്യമാക്കി മാറ്റുക, മോദിയെ പ്രൈസ് ചെയ്തുകൊണ്ടുള്ള വാർത്തകൾ മാത്രം പുറത്തു വിടുക എന്നുള്ളതാണ് അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. സോ പഞ്ചാബിൻ്റെ കാര്യം നമ്മൾ ചിരിച്ചു മരിക്കും. കാരണം പഞ്ചാബിൽ കർഷക സമരം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ BJPക്ക് 2 മുതൽ 4 സീറ്റ് വരെ കിട്ടുമെന്നാണ് പറയുന്നത്. കോൺഗ്രസിന് 7 മുതൽ 9, ആപ്പിന് 0 മുതൽ 2. ആപ്പാണ് പഞ്ചാബ് ഭരിക്കുന്നത്. സോ ഒരു മോദി വികാരമാണ് ഈ നമ്മുടെ എന്താ പറയുക വിലക്കയറ്റത്തിനേക്കാളും അല്ലെങ്കിൽ
മറ്റെന്തിനേക്കാളും വലുത് മോദി എന്ന് പറയുന്ന വ്യക്തിയാണ്. രാജ്യമെന്ന് പറഞ്ഞാലൊരു വ്യക്തിയാണ്, മോദിയാണ് എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഈ നവമാധ്യമങ്ങളും BJPയും എല്ലാവരും കൊണ്ടുപോകുന്നത്. അത് നമ്മൾ എതിർക്കാതെ വയ്യ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. മറ്റൊരു കോമഡി, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിട്ടു, ഹേമന്ത് സോറനെ ജയിലിലിട്ടു. ഇതൊക്കെ പുടിൻ റഷ്യയിൽ എന്ത് ചെയ്തു അതേ പരിപാടികളാണ് പുള്ളി ഇവിടെയും ആസൂത്രണം ചെയ്യുന്നത്. അതായത് ഓപ്പോസിറ്റുള്ള ലീഡർമാരെ വളർത്താൻ അനുവദിക്കാതിരിക്കുക, അവരെ ജയിലിലടക്കുക, തുറങ്കല്ലിൽ അടച്ചുകൊണ്ട് ഒരു വലിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുക, ഒറ്റയ്ക്ക് നേരിടുക. ഇപ്പം നമ്മൾ സൂറത്തിൽ കണ്ടതാണ്, അവിടെ BJP തെരഞ്ഞെടുപ്പ് നടത്താതെ തന്നെ ജയിച്ചു. കാരണം അയാൾക്കെതിരെ നിൽക്കാൻ ആരുമില്ല. അയാൾ കാശ് കൊടുത്തിട്ടാണെങ്കിലും ശരി, അയാൾ പലതും പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണെങ്കിലും ശരി, അയാൾക്കെതിരെ മത്സരിക്കാൻ ആളില്ല. അതുകൊണ്ട് BJP ജയിച്ചു. ഈയൊരു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അരവിന്ദ് കെജ്രിവാളിനെ ഈ ഇലക്ഷന് തൊട്ട് മുന്നാണ് പിടിച്ച് ജയിലിലാക്കുന്നത്. അവിടെ സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ട് അരവിന്ദ് കെജ്രിവാളിന് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനും, ഒരു പാർട്ടിയുടെ വക്താവാണ്, ഒരു സംസ്ഥാനത്തിൻ്റെ 2 സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ വക്താവാണ്, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കൂടിയാണ്. ആ ഒരാളെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് BJP പിടിച്ച് ജയിലിലിട്ടതെന്ന് ഓർക്കണം. സോ അത്രയും ഒരു പ്രശ്നം അതിൻ്റെ ഒപ്പം തന്നെ ഇലക്ട്രൽ ബോണ്ടിൻ്റെയും വിശദാംശങ്ങളൊക്കെ സുപ്രീം കോടതി പുറത്തുവിട്ടിരുന്നു. അത് നമുക്ക് എന്താ പറയുക, പകൽ പോലെ വ്യക്തമാണല്ലോ. ഇവർ കറപ്ഷൻ എന്ന് പറയുന്നതിനെ ലീഗലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു വെപ്പണാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. BJPക്ക് ആ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയിട്ടുള്ള പണമൊക്കെ എത്രയാണെന്ന് നമുക്കറിയാം. അതും പുറത്തു വന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കൊടുത്ത ഒരു സിനാരിയോ ആണ് ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായിരുന്നത്, ഡൽഹിയിൽ പ്രത്യേകിച്ചും. സോ ആ ഡൽഹിയിലാണ് പറയുന്നത് 6 മുതൽ 7 വരെ സീറ്റ് കിട്ടും എന്നുള്ളത്. ഇന്ത്യ മുന്നണിക്ക് 1 കിട്ടും എന്ന് പറയുന്നത്. ബീഹാറിൽ തേജസ്വി യാദവിൻ്റെ ഒരു പ്രകടനം നമ്മൾ കണ്ടതാണ്. നാഷണൽ മീഡിയാസിൽ മാത്രമല്ല, റീജിയണലായിട്ടുള്ള ലാംഗ്വേജുകളിൽ വരെ തേജസ്വി യാദവിൻ്റെ പ്രസംഗങ്ങളെ പറ്റിയിട്ടൊക്കെ ആളുകൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തേജസ്വി യാദവിനെ പോലെയുള്ള ഒരു ഒരു യൂത്തായിട്ടുള്ള ഒരു ലീഡർ, പുള്ളിയുടെ പെർഫോമൻസിൽ ഒരു 20ഓളം സീറ്റുകൾ BJPയിൽ നിന്നും മാറും എന്ന് തന്നെയാണ് ഒരു പൊതുവികാരം തുടക്കം മുതലേ കേട്ടിരുന്നത്. ഈ എക്സിറ്റ് പോളിൽ പറയുന്നത് 7 മുതൽ 10 വരെ സീറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. ഓൾറെഡി നിതീഷ് കുമാറിനെതിരെ ഒരു വികാരം ഉള്ളൊരു സ്ഥലമാണ് ബീഹാർ. ആ നിതീഷ് കുമാറിനൊപ്പമാണ് ഇത്തവണ NDA അല്ലെ BJP മത്സരിക്കുന്നത്. സോ ഒബ്വിയസ്ലി ഈ പറയുന്ന സീറ്റുകൾ കിട്ടുക എന്ന് പറയുന്നത് അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 20ഓളം സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയേക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ. അടുത്ത കോമഡി എന്ന് പറയുന്നത് കേരളമാണ്. കേരളത്തിൽ കണ്ടില്ലേ, UDF 17, അത് ഓക്കെ, ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും LDFന് ഇപ്പോൾ ഒരു മന്ത്രിസഭ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു മന്ത്രിസഭ സ്റ്റേറ്റിൽ ഉണ്ടാക്കാൻ, സെൻട്രലിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ കോമൺ സെൻസ് ഉള്ള മലയാളിക്ക് അറിയാം. എന്നിരുന്നാലും ഇടതുണ്ടെങ്കിൽ ഇന്ത്യയുള്ളൂ എന്ന് പറയുന്ന സ്ലോഗണും പരിപാടികളും ഒക്കെ കാരണം ഒരു 2ഓ 3ഓ സീറ്റൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ 2ഓ 3ഓ സീറ്റ് കൊടുത്തിരിക്കുന്നത് NDAക്കാണ്. 3ാമത്തെ സീറ്റ് ഏതാണെന്ന് ആറ്റിങ്ങലാണെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അത് നമ്മുടെ മുരളീധരൻ പോലും, ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥിയായ മുരളീധരൻ പോലും അത് കണ്ട് ഞെട്ടിക്കാണുമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് 2, ഒന്ന് സുരേഷ് ഗോപിയും ഒന്ന് രാജീവ് ചന്ദ്രശേഖരനും ആയിരിക്കണം. അതിൽ സുരേഷ് ഗോപി ജയിക്കുക എന്ന് പറയുന്നതും
അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം 5%, 6%-ത്തിലോ ഏറെ വോട്ട് ഷെയർ കിട്ടിയാൽ മാത്രമേ സുരേഷ് ഗോപി ജയിക്കുകയുള്ളൂ. രാജാജി മാത്യുവിനെ പോലെയുള്ള ഒരു സുനിൽ കുമാറിനെ കമ്പയർ ചെയ്യുമ്പോൾ ജനസമ്മതിയിൽ താഴ്ന്നു നിൽക്കുന്ന ഒരു പാർട്ടിക്കാരന് പോലും 30%-ഓളം അവിടെ വോട്ട് ഷെയർ കിട്ടിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഒരു 5-6% കൂടുതൽ 2019-നേക്കാളും കൂടുതൽ വോട്ട് ഷെയർ LDF കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് വളരെ ഈസി ആയിട്ട് സുനിൽ കുമാറിന് നേടാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കെ മുരളീധരനാവും ജയിക്കുന്നുണ്ടാവും. ഒരു പക്ഷേ ഇവിടെ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ ആകെ കൂടി ഒരു ചാൻസ് എന്ന് പറയുന്നത് ഈ BJPക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്യുന്നവർ അവരുടെ വോട്ട് സ്പ്ലിറ്റായി പോകും. കോൺഗ്രസിലേക്കും CPIയിലേക്കും സ്പ്ലിറ്റായി പോയാൽ മാത്രമേ അവിടെ ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപിക്ക് ചെറിയതായിട്ടെങ്കിലും ചാൻസ് ഉള്ളൂ. എന്നിരുന്നാലും എൻ്റെ അഭിപ്രായത്തിൽ സുരേഷ് ഗോപി ജയിക്കാൻ പോകുന്നില്ല. ജയിക്കാതിരിക്കലാണ് കേരളത്തിൻ്റെയും ആവശ്യം. അതുപോലെയുള്ളത് പിന്നെ രാജീവ് ചന്ദ്രശേഖരനാണ്. ഒരിക്കലും അതൊരു നമ്മുടെ ശശി തരൂരിനെ തോൽപ്പിക്കും വിധമുള്ളൊരു പെർഫോമൻസ് ഒന്നും രാജീവ് ചന്ദ്രശേഖരനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം പുള്ളിയെ കേരളത്തിലെ സമൂഹത്തിന് തന്നെ വളരെ എന്താ പറയുക, ശശി തരൂരിനെ പോലെ ഒരു ഫെയിമുള്ളൊരു ആളൊന്നുമല്ല രാജീവ് ചന്ദ്രശേഖർ. സോ ഒരിക്കലും എനിക്ക് അങ്ങനൊരു ശശി തരൂരിനെ കവച്ചു വെക്കുന്ന തരത്തിലുള്ളൊരു പ്രകടനം നടത്തി ജയിക്കുമെന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. സോ അതും ഞാൻ തീർച്ചയായിട്ടും ഒരു 0 NDAക്ക് കൊടുക്കുന്നത്. സോ നെക്സ്റ്റ് കർണാടകമാണ്. കർണാടകത്തിലെ കാര്യം വൻ കോമഡിയാണ്. കർണാടകം ഓൾവേസ് ഒരു BJPയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, എല്ലാ കാലത്തും കേന്ദ്രത്തിൽ BJPയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. എന്നിരുന്നാലും ഇപ്പോഴങ്ങനെയല്ല. സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ടുള്ള ബസ് ട്രാവൽ കൊടുക്കുന്നതും അതുപോലെ വൈദ്യുതിയിൽ കൊടുക്കുന്ന ഇളവുകളും ഇതെല്ലാതും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. ഇപ്പോൾ കർണാടകയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കർണാടകയിൽ കോൺഗ്രസ്സിന് കഴിഞ്ഞ 5 കൊല്ലത്തിന് മുമ്പ് നടന്ന 2019 ഇലക്ഷനേക്കാളും കൂടുതൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. JDSന് ഈ പറയുന്ന പോലെ 3 സീറ്റ് കിട്ടാൻ പോകുന്നില്ല. ആദ്യത്തെ ഘട്ടത്തിൽ 2 ഘട്ടമായിട്ടാണ് കർണാടകയിൽ നടന്നത്. ആദ്യഘട്ടത്തിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രമേ BJPക്കും JDSനും കിട്ടാൻ ചാൻസ് ഉള്ളൂ. 2ാം ഘട്ടത്തിൽ മിക്കവാറും വാഷ് ഔട്ട് തന്നെയായിരിക്കും. സോ എനിക്ക് ഇതിൻ്റെ ലിറ്ററലി റിവേഴ്സ് ആയിട്ടാണ് തോന്നുന്നത്. ഒരു 2022 കോൺഗ്രസിനും JDS പ്ലസ് BJP അതാണല്ലോ NDA സഖ്യം ഇവിടെ. സോ അവർക്കൊരു മൊത്തത്തിലൊരു 8 to 10 അതിൻ്റെ ഉള്ളിൽ അവർ നിൽക്കും. സോ ഇതാണ് കർണാടകയുടെ കാര്യം. തമിഴ്നാടിൻ്റെ കാര്യമാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ തൃശ്ശൂർ ജയിക്കുകയാണെങ്കിൽ കൂടിയും തമിഴ്നാട്ടിൽ ഒരു സീറ്റ് പോലും NDAക്ക് കിട്ടാനേ പോകുന്നില്ല. അപ്പോൾ ഈ 4 സീറ്റൊക്കെ ഇതൊക്കെ ഒരു ആഗ്രഹമായിട്ട് എനിക്ക് തോന്നുള്ളൂ. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് ഇത് മോദിയുടെ ഒരു ആഗ്രഹം ഇവർ കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആകെ കൂടി ഇന്ത്യ മുന്നണിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സിറ്റ് പോൾ ഇതാണ്. 255 to 290 എന്ന് ആണ് ഇന്ത്യ മുന്നണിക്ക് കൊടുത്തത്. NDAക്ക് 207 to 241. ഞാനും ആഗ്രഹിക്കുന്നത് ഈ ഒരു റിസൾട്ട് വരാനാണ്. രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവരും തേജസ്വി യാദവിനെ പോലെയുള്ളവരും മഹാരാഷ്ട്രയിൽ ശരത് പവാറും കർണാടകയിലാണെങ്കിൽ സിദ്ധരാമയ്യയും DK ശിവകുമാറും എല്ലാവരുടെയും ഒരു എൻറ്റയർ ഒരു നമ്മൾ പറയുമല്ലോ ഒരു പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പല്ല ഇന്ത്യയിലുള്ളത്. ഒരാളെ മുൻനിർത്തി നടത്തുന്ന തെരഞ്ഞെടുപ്പല്ല. BJP ആ നിലയിലാണ് തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇതൊരു പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പല്ല എന്നുള്ള ഒരു ആഖ്യാനമാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ പറയുന്ന 290. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ BJPക്ക് ഒരിക്കലും 271 കിട്ടില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ. NDA ചിലപ്പോൾ NDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കാശ് കൊടുത്ത ആൾക്കാരെ വാങ്ങിച്ചിട്ട് NDAയിൽ ചേർക്കാം. അങ്ങനെയെങ്കിലും ഒരു
ഒരു മോദി സർക്കാർ, മോദി 3.0 കൊണ്ടുവരാനാണ് BJP ശ്രമിക്കുന്നത്. സോ നാളെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ത്യയുടെ ഭാവി എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.